വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഭീകരവാദികളെ പരിപോഷിപ്പിക്കുകയാണ്. അമേരിക്കയ്ക്ക് മുമ്പിൽ ഓടിച്ചെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഡൊണാൾഡ് ട്രംപിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഇന്ത്യ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്, ഇതിൽ അമേരിക്ക ഇടപെടണം, ഡൊണാൾഡ് ട്രംപ് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കാൽ കീഴിൽ നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ആട്ടിവിട്ടു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, പാകിസ്ഥാന്റെ ഒരു ബുദ്ധി നോക്കണേ. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നിങ്ങൾ ഇവരെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, ഈ ടെററിസ്റ്റുകളെ വളർത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ടെലിവിഷനിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ബൈറ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിജുചേട്ടനുമായിട്ട് ഒരു കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നു. 3 പതിറ്റാണ്ടായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് അയാൾ തുറന്ന് സംഭവിച്ചത്. പക്ഷെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അമേരിക്കയ്ക്ക് വേണ്ടിയും വെസ്റ്റിന് വേണ്ടിയുമാണ് ഞാനിത് ചെയ്യുന്നത് എന്നാണ് ഇയാൾ തുറന്ന് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നത്. വെസ്റ്റ്, അതായത് യൂറോപ്പ്, ബ്രിട്ടൻ, UK പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും നമ്മുടെ ഈ വെസ്റ്റ് ഏഷ്യയിലുമെല്ലാം അവർക്ക് ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്ട് അസ്ഥിരമായിരിക്കണം എന്നുള്ളതാണ് ഇയാളുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് എനിക്കൊരു മറുപടി വേണം ബിജു ചേട്ടന്റെ കയ്യിൽ നിന്ന്. രണ്ടാമത്തെ കാര്യം ഷിംല കരാറിനെ കുറിച്ചുള്ളതാണ്. ഈ ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കിക്കൊണ്ട് പാകിസ്ഥാൻ സ്വന്തം മുതുകത്ത് തന്നെ കുത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഈ കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഈ കരാർ എന്താണ് എന്ന് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയും അന്നുള്ള പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറാണ് ഈ കരാർ എന്ന് പറയുന്നത്. 1971 യുദ്ധം ഉണ്ടായപ്പോൾ അന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ചു. 5000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യ പാകിസ്ഥാന്റെ അത് പിടിച്ചെടുത്തു. പോരാത്തതിന് 90,000 പാക് പട്ടാളക്കാരെ തടവിലാക്കി. അങ്ങനെ തടവിലാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധിയും അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോയും കൂടെ ചേർന്ന് ഈ 1971 ഷിംലയിൽ വെച്ചൊരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ പറയുന്നത്, പ്രധാനമായിട്ടും ആ കരാറിൽ പറയുന്നത്, ഈ പിടിച്ച പ്രദേശം തിരിച്ചു തരിക, ഈ 90,000 പട്ടാളക്കാരെ ഒരു ഉപാധികളുമില്ലാതെ വിട്ടയക്കുക എന്നുള്ളതാണ് ഈ കരാർ എന്ന് പറയുന്നത്. അങ്ങനെ വിട്ടയക്കുകയും ചെയ്തു ഇന്ത്യ. പോരാത്തതിന് ഈ ഷിംല കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും പരസ്പര സമ്മതത്തോടെ കശ്മീരിലെ നിയന്ത്രണ രേഖ അംഗീകരിക്കണം, ഇരുപക്ഷവും ഏകപക്ഷീയമായി അതിൽ മാറ്റം വരുത്തില്ലെന്നും പറയുന്നു. പരസ്പരം ബലപ്രയോഗം, യുദ്ധം, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം എന്നിവയിലേക്ക് തിരിയില്ല. ഇരു രാജ്യങ്ങളും അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് കരാറിൽ ഒപ്പിട്ടത്. സമാധാനം നിലനിർത്തുകയും ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഷിംല കരാർ പാകിസ്ഥാൻ തന്നെയാണ് റദ്ദാക്കുന്നത്. ഇന്ത്യ റദ്ദാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന് പറയാം റദ്ദാക്കരുത് എന്ന് പറയാം. പക്ഷെ പാകിസ്ഥാൻ നമ്മൾ നദീജല കരാർ, സിന്ധു നദീജല കരാർ എടുത്ത് മാറ്റിയപ്പോൾ ഷിംല കരാർ എടുത്ത് മാറ്റി. ഇനി ഇന്ത്യക്ക് ഫ്രീ ഹാൻഡ് ആണ്. അതായത് ഇനി LOCയിൽ യാതൊരുവിധ പരസ്പര ബഹുമാനവും വേണ്ട. ഇന്ത്യക്ക് കയറി നിരത്താനുള്ള ഒരു ഫ്രീ ഹാൻഡ് ആണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. പാക് അധീന കശ്മീരിൽ വേണമെങ്കിൽ ഇന്ത്യക്ക് ഇനി ഇരച്ചു കയറാം. കാരണം ഷിംല കരാർ ഇല്ല, പരസ്പരമായിട്ടുള്ള ബഹുമാനം വേണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും കയറി അടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ കരാർ നിലവിലില്ല. കരാർ ആരാണ് റദ്ദാക്കിയത്? അത് പാകിസ്ഥാനാണ് റദ്ദാക്കിയത് എന്ന് പറയാം. ഇത്രയ്ക്ക് മണ്ടന്മാരാണോ ഈ പാകിസ്ഥാനിലുള്ള ഭരണാധികാരികൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് സംഭവം ഈ പകരത്തിന് പകരം, കാരണം അവിടുത്തെ നമ്മുടെ ഈ ഇന്ത്യക്കാരെ പോലല്ല പാക് ജനത. പ്രത്യേകിച്ച് അതിൽ ബഹുഭൂരിപക്ഷം പേർക്കും വലിയ ബോധമൊന്നുമില്ല, വൈകാരികമായി കാര്യങ്ങളെ കാണുന്നവരാണ്. അപ്പൊ അവരെ സുഖിപ്പിച്ച് നിർത്തേണ്ട അവിടുത്തെ ഭരണാധികാരികളുടെ കടമയാണ്. അത് പലപ്പോഴും അത്തരത്തിൽ അവരങ്ങനെ സൂപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായിട്ട് പോയിട്ടുള്ള പ്രധാനമന്ത്രിമാരൊക്കെ പണി മേടിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടൊക്കെ അടുക്കാൻ ശ്രമിച്ച ചില പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിമാരൊക്കെ ഇന്ന് എവിടെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന്. അതാണ് ആ രാജ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കുകയല്ല, അത് ഒരു പെൻഡിങ്ങിൽ വെക്കുകയാണ്. അതിന് സമാനമായിട്ടുണ്ട് പിന്നെ പാകിസ്ഥാന്റെ കയ്യിൽ ആകെയുള്ള ഒരു കരാർ എന്ന് പറയും ഷിംല കരാർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എല്ലാവരും മറന്നൊരു കരാറാണ് ഈ ഷിംല കരാർ എന്ന് പറയുന്നത്. അത് ഇന്നലെ വീണ്ടും ആൾക്കാർ ഓർക്കുന്നുള്ളൂ. കാരണം ഇത് പാകിസ്ഥാൻ തന്നെ അംഗീകരിക്കാത്തൊരു കരാറായത്. അവര് തന്നെ ഈ ഷിംല കരാറിനെതിരാണ്. ഈ ഷിംല കരാറ് കാരണം ഒന്ന്, നമ്മുടെ ഒരു രാജ്യം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ബോർഡർ ഉണ്ടാകും. അത് അതായത് ഐക്യരാഷ്ട്രസഭയൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ ബോർഡർ ഉണ്ട്. അപ്പം ആ ഒരു ബോർഡർ ആണ് ഉള്ളത്. രണ്ടാമത്തത് LOC, നിയന്ത്രണ രേഖയാണ്. അത് ഇരു രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്ന ഒരു ബോർഡറാണ്. നമ്മുടെ ഇന്ത്യക്ക് ജമ്മു കാശ്മീരിലടക്കം പാകിസ്ഥാനുമായിട്ടുള്ളത് ഈ പറയുന്ന LOC ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ വാഗ അതിർത്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അത് ഇന്റർനാഷണൽ ബോർഡർ ആണ്. ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ഉള്ളത് കൂടുതലും ലൈൻ ഓഫ് കൺട്രോൾ ആണ്.
നേപ്പാളുമായിട്ട് നമുക്ക് ഉള്ള ഒരു ഇത് ലൈൻ ഓഫ് കൺട്രോൾ ആണ്. നേപ്പാളിൽ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേപ്പാളിന്റെ കുറച്ച് ഭാഗം നോമാൻ ബേ എന്ന് പറയുന്ന വേറൊരു വകുപ്പ് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഇരു കൂട്ടർക്കും അല്ലാത്ത പ്രദേശം, അതാണ് നോമാൻ ബേ എന്ന് പറയുന്നത്. എന്റെയും അല്ല, നിങ്ങളുടെയും അല്ല, അതിനിടയിലുള്ള ഒരു 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 നിഷ്പക്ഷ പ്രദേശം, അങ്ങനത്തെ ഒരു പ്രദേശമുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ളതാണ് സാധാരണഗതിയിൽ. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ളത് LOC ഒരിക്കലും ഈ പറയുന്ന ഷിംല കരാറിന് പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പാകിസ്ഥാൻ പറയുന്നത് ഇപ്പോൾ കാശ്മീർ അവരുടേതാണെന്നാണല്ലോ. പാക് മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് കാശ്മീർ എന്താ ഇന്ത്യ അധീശ കാശ്മീർ എന്നാണ്. അതായത് ഇന്ത്യയുടെ പക്കമുള്ള കാശ്മീർ എന്നാണ് അവർ തലക്കെട്ടാൻ കൊടുക്കുന്നത്, അല്ലാതെ കാശ്മീർ എന്ന് പറയാറില്ല. കാശ്മീരിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ അവർ അത് ഇന്ത്യയുടെ അല്ല, ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീർ എന്നാണ് അവർ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ആ ഒരു കരാറ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പൊ ലീഗലായിട്ട് അവർ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇല്ലാതെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ഇന്ത്യക്ക് അത് നോക്കേണ്ട കാര്യം. ഇനി തൊട്ട് പിന്നാലാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ കരാർ റദ്ദ് ചെയ്യുന്നത്. കാരണം വെടിനിർത്തൽ കരാർ റദ്ദ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം 2021 ഈ കരാർ വരുന്നത്. അന്ന് തൊട്ട് ഈ പാകിസ്ഥാൻ ഇത് അടിക്കടി ലംഘിക്കുന്നുണ്ട്, അവരിത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ കൂടി അത് വയലേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കരാറിന്റെ ആവശ്യം നമുക്ക് ഇല്ല. കാരണം ഈ എന്തിനാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കരാർ വെക്കുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം നിയമം പാലിച്ചാൽ പോരല്ലോ, രണ്ടു കൂട്ടരും പാലിക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ഇത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന ഒരു കാര്യം, അതിനകത്ത് പകുതി ഇപ്പൊ പാകിസ്ഥാന്റെ ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രി തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട്, പൽഗാവില് ഈ ആക്രമണം നടത്തിയ ഭീകരവാദികളല്ല, പകരം അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്, അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ല. കാരണം എങ്ങനെയും സേഫ് ആകാൻ നോക്കുമ്പോഴത്തേനും അവർ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുന്നു. അതിലൊന്നും ഒരു മണ്ടത്തെ ഷിംല കരാറിന്റെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭീകരവാദികളെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കടും വെട്ടിലേക്ക് പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റുകൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ കരസേനാ മേധാവി മുനീറിന് അവിടെ അധികാരം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിട്ട് നീങ്ങുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം പെന്റഗണിന്റെ മുൻ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒസാമ ബിൻ ലാദൻ ഗുഹയ്ക്കകത്ത് ഇരുന്നുകൊണ്ടാണ് നിയന്ത്രിച്ചതെങ്കിൽ ഈ പറയുന്ന മുനീർ AC റൂമിൽ ഇരുന്നാണ് നിയന്ത്രിക്കുന്നത്. അതാണ് ഇതിന് നമ്മളുള്ള വ്യത്യാസം. മുനീർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത് ഇമ്രാൻഖാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുമ്പ് ഈ അവിടുത്തെ സൈന്യം അധികാരം പിടിക്കും. നമ്മൾ മുമ്പ് പലവട്ടം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ സൈന്യം ഭരണം പിടിക്കാത്ത ഇത്ര നാളായിട്ട് മൊത്തത്തിൽ കറങ്ങി പറഞ്ഞ് നിൽക്കപ്പെടുന്നത്. അപ്പൊ അതിനകത്തേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ചു നാൾക്ക് മുമ്പ് അവിടുത്തെ സൈനിക കമാൻഡർമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയായിരുന്നു. നമ്മൾ ഈ ന്യൂസിന്റെ മള്ള വാർത്ത ചെയ്തിരുന്നു. അപ്പൊ അതിനെതിരെ സൈന്യത്തിൽ കലാപം എന്നായിരുന്നു നമ്മൾ അതിന്റെ ഹെഡിങ് കൊടുത്തിരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇന്ന് ആരോ ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ, നമ്മുടെ അന്നത്തെ ആ വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ ആരോ ഷെയർ ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മൾ കൊടുത്ത വാർത്ത. അത് ഈ മുനീറിനെതിരെ അവിടുത്തെ ഈ സൈന്യത്തിലുള്ള യുവ നേതൃത്വമുണ്ട്, സൈന്യത്തിലുള്ള യുവാക്കളായിട്ടുള്ള ക്യാപ്റ്റന്മാരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരെല്ലാം കൂടെ ഈ മുനീറിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രാജിവെച്ച് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യം പോലും ഒറ്റക്കെട്ടല്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഈ മുനീർ എന്ന് പറയുന്ന അവരുടെ കരസേനാ മേധാവിക്ക് എതിരെ തന്നെ അതിനകത്തുള്ള ഒരു വിഭാഗമുണ്ട്. ഒപ്പം ബലൂചിസ്ഥാന്റെ ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു പ്രതിരോധ മന്ത്രി നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ധനുഷ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്, ബെസ്റ്റ് ആണ്. ഒരു പരിധി വരെ അത് പറഞ്ഞത് സത്യമാണ്. കാരണം അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ കൺട്രീസിന് എപ്പോഴും ഈ ഏഷ്യയില് പശ്ചിമേഷ്യയിലുമൊക്കെ സംഘർഷം ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻകം തന്നെ അവരുടെ ആയുധങ്ങളാണ്. അപ്പൊ അത് വിറ്റഴിക്കണമെങ്കിൽ ഇവിടെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകരുത്, എപ്പോഴും സംഘർഷഭരിതമാകണം. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക എക്കാലം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കയറിയതിനു ശേഷം റഷ്യയുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നത്, റഷ്യയുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ നമ്പാൻ കൊള്ളത്തില്ലെന്ന് മോദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ റഷ്യയോട് അടുത്ത് നിൽക്കുന്നതും. അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ പോയി പണി നോക്കിക്കോ, റഷ്യ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. നരേന്ദ്രമോദി ഓപ്പൺ ആയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, എക്കാലവും ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ട് ഒരേ ഒരു സുഹൃത്ത് റഷ്യ മാത്രമാണെന്ന് പറയാനുള്ള കാരണമൊക്കെ ഇതാണ്. നമുക്ക് നന്നായിട്ട് അറിയാം ഈ പണിക്ക് പിന്നിൽ അവരുണ്ടായെന്നുള്ളത്. കാരണം വലിയ രീതിയിൽ ഫണ്ടിങ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് ഈ പാകിസ്ഥാന് വേണ്ടി. ഇപ്പോഴത് കുറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മാർത്ഥമായ ഒരു സ്നേഹമൊന്നും അല്ലത്. കാര്യം ഇപ്പം അവരുടെ ഈ ജിയോ പൊളിറ്റിക്സ് മൊത്തത്തിൽ മാറി. കാരണം ഇവർ പിന്തുണച്ചിരുന്ന ഈ പറയുന്ന അഫ്ഗാനിൽ നിന്നിട്ട് റഷ്യ പണിയാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിൽ ഇവന്മാർ കടന്നു കയറിയതും അവിടെ തീവ്രവാദികളെ സഹായിച്ചത്. ഈ പാകിസ്ഥാൻ ഇന്ത്യ ഇവര് സഹായിച്ചിരുന്നവരൊക്കെ ഏതാണ്ടൊക്കെ ഒരു പരുവത്തിൽ തകർന്നടിഞ്ഞു പോയി. ഇനിയിപ്പോ അവിടെ നിന്നൊന്നും കിട്ടാനില്ല. അവന്മാരൊന്നും ഇവരുടെ ഒരു വിസയുടെ കാര്യങ്ങളൊന്നും മേടിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ വലിയ വെല്ലുവിളി ചൈനയാണ്. ആ ചൈനയുടെ വെല്ലുവിളിക്ക് ഇന്ത്യയുടെ ഒരു സഹായം കൂടെ ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അടക്കം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഏഷ്യയിലെ ഒരു മേജർ പവർ ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഇന്ത്യയെ പിണക്കാൻ അവർക്ക് കഴിയില്ല. നിക്കക്കല്ല് ഇല്ലാതെ വരുമ്പോൾ നിൽക്കുന്ന ഒരു സാധനമുണ്ട്, അത് തന്നെയാണ്
അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ വിപണിയാണ്. ആ വിപണി തന്നെയാണ് അമേരിക്കയ്ക്ക് വലിയ ലക്ഷ്യം. ധനുഷ് ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, നമ്മുടെ ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം നമ്മുടെ ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരം നടന്നിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന റഷ്യയുമായിട്ടാണ്. രണ്ടാമത് നമ്മൾ ഇതുവരെ ഇല്ലാത്ത കണക്ക് ഫ്രാൻസുമായിട്ട് നമ്മൾ നല്ല ഡീൽസ് നടത്തുന്നുണ്ട്. ഫ്രാൻസിൽ നിന്ന് ഒരുപാട് വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫൈറ്റർ ജെറ്റുകളും മറ്റുമൊക്കെ അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ട് വേണോ എന്ന് വെച്ചിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 5th ജനറേഷൻ വിമാനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മുടെ ഈ ബാംഗ്ലൂർ എയർ ഷോയില് അത് അവര് ഷോ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മൾ റഷ്യയുടേത് ഇതേ 5th ജനറേഷനിൽ ഇതേ സാധനം തന്നെ റഷ്യയുടെ ഫ്ലൈറ്റ് നമ്മളവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അതൊന്നുമില്ല. അത് മാത്രമല്ല, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പൊ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മളിപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നതും ഒക്കെ റഷ്യ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അവർ ഇതുവരെ നമ്മളെ ചതിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോ ഇപ്പോഴും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് എതിരെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രതിഷേധമുണ്ട്. കാരണം ഈ ഭീകരവാദത്തിന്റെ ഈറ്റില്ലമായിട്ട് അവർ മാറാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ ലോകത്ത് എവിടെ ഭീകരവാദം നടന്നാലും അതിന്റെ ഒരു കണ്ണി അല്ലെങ്കിൽ അതിന്റെ ഒരു വേര് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ തന്നെയാണ്. അതിന്റെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനികൾക്ക് എതിരെ, ഈവൻ ഇൻ സൗദി അറേബ്യ പോലും പാകിസ്ഥാനിൽ നിന്നുള്ളവരെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു, അതായത് എല്ലാവർക്കും വെറുക്കപ്പെട്ട ഒരു രാജ്യം, അതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ. പിന്നെ അവർ ചെയ്ത മറ്റൊരു മണ്ടത്തരം ഇന്ത്യയായിട്ടുള്ള വ്യാപാര കരാർ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള കാര്യം, 2019 നമ്മൾ ഈ പുൽവാമയിലെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാര് നമ്മളുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദ് ചെയ്തു. ഇവർ ചെയ്തതാണ്, ഇന്ത്യ ചെയ്തതല്ല. ഇവർ ചെയ്തു. ഇവരാകപ്പാളത്തിന്റെ കുത്തുവാള എടുത്തു. അങ്ങനെ അവരുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ചെറുകിട വ്യാപാരി, കാരണം അവിടുന്ന് ഈ ഉപ്പും മറ്റുമൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് ധാരാളമായി വരുന്നുണ്ട്, ഉപ്പ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോ അത് പിന്നെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ വ്യാപാരികൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് അവരുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നമുക്ക് വ്യാപാരം പുഷ്ടിപ്പെടുത്തണം, നമുക്ക് ഒന്നിച്ചിരിക്കാം, സംസാരിക്കാം. അപ്പൊ ഇന്ത്യ പറഞ്ഞത് ഞങ്ങളല്ല വ്യാപാര ബന്ധം നിർത്തിയത്, വേണ്ടെന്ന് വെച്ചത് നിങ്ങളാണ്, നിങ്ങൾ മുൻകൈ എടുക്കുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും അവന്മാര് തന്നെയാണ് ഇപ്പൊ വ്യാപാര കരാർ റദ്ദ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുമായിട്ട്. അതായത് നമ്മളല്ല എന്ന് ആലോചിക്കണം, നമ്മളല്ല പറഞ്ഞത് നിങ്ങളുടെ ഒന്നും മേടിക്കേണ്ടതോ നിങ്ങളുടെ ഒന്നും കൊണ്ട് തരണമെന്നോ നമ്മളല്ല പറഞ്ഞത്, അവര് തന്നെ പറയുകയാണ്. ഇത് അതായത് ഇപ്പൊ നഷ്ടം കണക്കൂട്ടുന്നത് 3338 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. അതായത് ഈ ചരക്ക് ഗതാഗതം മീൻസ് അവരിങ്ങോട്ട് കൊണ്ടുവരാതെ വരുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചൊരു നഷ്ടം ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം നമ്മുടെ ഈ ആകാശമാർഗം പാകിസ്ഥാൻ നമുക്ക് ബാൻ ചെയ്യുമ്പോൾ, നമ്മുടെ വാണിജ്യ വിമാനങ്ങൾക്കും മറ്റും അത് ബാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റൂട്ട് മാറ്റി പോകേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ബാലാക്കോട്ടിലെ സ്ട്രൈക്കിന് ശേഷം ഇത് കണക്ക് ബാനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വിമാന കമ്പനികൾക്ക് നഷ്ടം വന്നത് 700 കോടി രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലയളവിൽ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം ശരിയാകുന്ന വരെ ഒരുപക്ഷെ അവർ നമ്മുടെ ഈ അവരുടെ ആകാശപാത ഉപയോഗിക്കാൻ അനുമതി നൽകില്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് ഒരല്പം കൂടുതൽ സമയം യാത്ര ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ കൂടുതൽ പണം മുടക്കേണ്ടതായിട്ടൊരു സാഹചര്യം കൂടി വരും എന്നുള്ള ഒരു നഷ്ടം നമ്മളെ സംബന്ധിച്ചും അത് വരുന്നുണ്ട്. അപ്പോ ഇതൊരു ശക്തമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പെട്ടു എന്ന് തന്നെ പറയാം. ധനുഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് പാകിസ്ഥാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു, ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അവിടെ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു അവിടെ ആക്രമിച്ചെന്ന് അവർ, അത് അവിടുത്തെ ഭീകരവാദത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് അവർ ഉറക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് ബുദ്ധിയില്ലാതെ പെരുമാറിയതല്ല, ബുദ്ധി കൂടിയിട്ട് തന്നെ പെരുമാറിയതാണ് അവരത്. കാരണം അവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ISIS ഒക്കെ ഒന്ന് ഡൗൺ ആയി പോയതാണ്. ഈ ഭീകരവാദങ്ങൾ കാശ്മീരിലടക്കം ഒന്ന് ഡൗൺ ആയി പോയതാണ്. പക്ഷെ അവിടെയാണ് ഈ കരസേനാ മേധാവി വീണ്ടും സജീവമായിട്ട് വരികയും ഇതിനെ വളർത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. കാരണം അവിടുത്തെ ഭരണകൂടത്തിന് വലിയ പവറൊന്നുമില്ല. ഈ ഷഹബാസ് ഷെരീഫ് എന്നൊക്കെ പറഞ്ഞ വെറും പാവം പിടിച്ച മനുഷ്യരാണ്, ഒരു കാര്യങ്ങളും ഇല്ല, വെറും റബ്ബർ സ്റ്റാമ്പാണ് പബ്ലിക്കിന്റെ മുമ്പിൽ, അതായത് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു വേഷം മാത്രമാണ്. അപ്പം അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. ആ പാവം പിടിച്ചവൻ ജീവനും കൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പുള്ളിക്ക് തട്ടിക്കളയുമെന്നൊരു ഭയം പുള്ളിക്കും ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് എങ്ങും പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യം. അവര് കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നു, അവർ തന്നെ എല്ലാം ഓപ്പണായിട്ട് സമ്മതിക്കുന്നു, അവർ തന്നെ എല്ലാം പറയുന്നു. ഇനി അവർക്ക് മുമ്പിൽ ഒന്നുമില്ല. ഒന്നുകിൽ ഒരു ശക്തമായ തിരിച്ചടി നേരിടുക, അവർ നിശബ്ദമായിരിക്കും. എനിക്ക് തോന്നുന്നു LOCയുടെ ആ കരാർ റദ്ദാക്കിയെന്നുള്ള വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇനിയിപ്പം POK സ്വതന്ത്രമായി തന്നെ ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം POK പാകിസ്ഥാന്റെ അല്ല, അത് പാകിസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടേതല്ല.
കാരണം അതൊരു സ്വതന്ത്ര പ്രദേശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടേതാണ്, നമുക്ക് ആവശ്യമുള്ള അത്ര സ്ഥലം നമ്മളത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. അതിലിപ്പോ ഗിൽജിസ്ഥാനും ബാൾട്ടിസ്ഥാനും ഒക്കെ ഉണ്ട്. അത് ചൈനയുടെ മറ്റേ റോഡ് പോകുന്ന സ്ഥലവും കൂടെ ആണത്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്താകും എന്നറിയില്ല. ഏതായാലും അതായിരിക്കാം ഒരു വലിയ ലക്ഷ്യം. അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഈ ആക്രമണത്തിന്റെ ഒരു ലക്ഷ്യം ഒരു പക്ഷെ പാകിസ്ഥാൻ ഉള്ളിലുള്ള ടെറർ ക്യാമ്പുകളും ആകാം. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.